പ്രാർത്ഥന നടത്തിക്കോ. നമ്മള് ഗ്യാങ് ഹൗസിലോട്ട് ആദ്യം കയറാൻ എല്ലാ ഗ്യാങ് ഹൗസിലും നമ്മൾ കയറുമ്പോ നമ്മളെ ഒരു പ്രാർത്ഥന കാണുമല്ലോ. തവണ നിന്റെ തിരുവനന്തപുരം സ്റ്റൈലിലായിക്കോട്ടെ. എന്നാ ബാല ഇവിടെ ഇരിക്കോട്ടല്ലോ, അവനൊന്നും പറ്റിയില്ല. വന്നോണ്ടിരിക്കുന്നുള്ളൂ സ്നൈപ്പ് തന്നെ വണ്ടി എടുക്കാൻ പോയത് മുതുകത്തി പന്തം കത്തിച്ച് ഗ്യാങ് ഹൗസ് എത്തിക്കാനുള്ള പരിപാടിയാണ് കയറിയത് തന്നെ. രണ്ട് മിനിറ്റ് ഇവിടെ പറഞ്ഞാൽ വരാം. നീ അവിടെ നിൽക്കി, അതാണ് കേട്ട്. അപ്പൊ എന്തൊരു പറയാ, എനിക്ക് ഗെയിമിന്റെ അകത്ത് വരത്തുള്ളൂ, ഇവിടെ അങ്ങനല്ല നമ്മളവിടെയാണെന്നുള്ള രീതി അങ്ങ് പറഞ്ഞാൽ മതി. ഓ എന്തായാലും പറഞ്ഞ് തുടങ്ങണ പൈലളെ. അപ്പൊ എല്ലാരും വന്ന് കൂപ്പിട്ട് കൈയൊക്കെ നിർത്തുകയാണ്, എല്ലാരും കൈ കുമ്പിട്ടില്ലേ? വാ അപ്പൊ നമ്മളെ തുടങ്ങണം, എന്നാ തുടങ്ങട്ടല്ലേ? വാ അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ വീട്ടിലോട്ട് കയറുന്ന കഴിഞ്ഞ അവിടെ സ്ഥലത്തൊക്കെ ഉള്ള പല വേലത്തരൊന്നും കാണിച്ച് ഇറങ്ങി പോകാൻ വയ്യടെ. വീടും കൂരും എല്ലായിടത്തോട്ട് പോകാൻ വയ്യ. ഇവിടെ എന്തിനായിരുന്നാലും ഐശ്വര്യമായിട്ട് എല്ലാവർക്കും കയറണം, നമ്മളെ നല്ല രീതിയിലൊക്കെ പോകണം. എല്ലാവരും ഒറ്റയ്ക്ക് പാടി പ്രാർത്ഥിച്ചാണ്, തുനി അങ്ങ് മുക്കി പ്രാർത്ഥിച്ച്. അപ്പൊ അണ്ണന്റെ വലത് കാലിൽ വെച്ചാണ് ഫ്രണ്ടിലോട്ടൊന്ന് കയറിയാണ്. പിന്നെ നമ്മളെ ഇന്നത്തെ ഇതിലില്ലാത്ത ബാസു അണ്ണൻ, ജോക്കി അണ്ണൻ, പിന്നെ ചന്ദ്രൻ, ബാബു എല്ലാവരുടെയും മനസ്സിലൊന്ന് സ്മരിച്ചിട്ട് വലത് കാല് വെച്ച് കയറിയാണ് എല്ലാവരും. എല്ലാവർക്കും ഓക്കെ അതല്ലേ? എല്ലാവർക്കുമായിട്ട് അപ്പൊ എല്ലാവർക്കും കൂടിയായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇത്രയും നാളും ഏതൊക്കെ സിറ്റിയിൽ പോയിട്ട് നമ്മളെ ഗ്യാങ് ഹൗസിൽ നിന്നിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ പോലും അതൊരു സന്തോഷത്തോടുള്ള ഇറക്കമായിരിക്കണം. ദൈവം ഇത് തമ്മിലടിച്ചും, പക്ഷെ തമ്മിലടിയല്ല, വേറെ ഗ്യാങ്ങുമായിട്ട് അടിച്ച് മറ്റേ ഇവിടെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തള്ളി വെളിയിലാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. അതിന് കാരണക്കാരാവാൻ ചാൻസ് ഉള്ളവർ പകുതി പേര് ഇവിടെ ഇല്ല. എങ്കിലും നിങ്ങളടുത്ത് എല്ലാവരും കൂടി പറയണം, അങ്ങനെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കരുത്. ആൻഡ് രണ്ടാമത്തെ കാര്യം, നമ്മളെ കളിയാക്കിയവരൊക്കെ ഉണ്ടല്ലോ കുറേ പേര്. നമ്മളെ അൺസ്റ്റോപ്പബിൾ എന്ന് പറഞ്ഞതിൽ കളിയാക്കിയവരും മറ്റല്ലാത്ത പല രീതിയിൽ കളിയാക്കിയവരും ഒക്കെ ഇപ്പം അവരൊക്കെ ഗ്യാങ് ഇല്ല. അങ്ങനെ പല ഗ്യാങ്ങുകളും ഇപ്പം ഇല്ല. അടികൊണ്ടും അടിച്ചു പിരിഞ്ഞും പല രീതിയിലുമായിട്ട് പോയി. പക്ഷെ നമ്മളിവിടെ തന്നെ ഉണ്ട്, നമ്മളെ ഗ്രാഫ് ബോളിലോട്ട് തന്നെ പോയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? കിട്ടിയതെല്ലാം നമ്മൾ അന്ന് നമുക്ക് ഒരേ ഒരു പേരുള്ളൂ ടി വി ചെയ്ത്. പക്ഷെ പലരും പല പേരുകളിലാണ് ഇവിടെ കളി. പലരും പല സ്ഥലത്ത് എത്തുമ്പോൾ പല പേരിലാവുന്നു. അപ്പം മുൻകൂട്ടി ബുക്ക് ചെയ്യാനും ചിലവർ ശ്രമിച്ചായിരുന്നു എന്നൊക്കെ കേട്ടിരുന്നു. അതെ, പക്ഷെ അതിപ്പം അത് എത്രയൊക്കെ പറഞ്ഞാലും മനസ്സിലായില്ലടാ. മറ്റേ ചൈനീസ് സാധനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഒറിജിനലിന്റെ അടുത്ത് എത്തുമോ? ഇല്ലല്ലോ. ചൈനീസ് ആയിട്ടല്ലേ എന്തെങ്കിലും പറഞ്ഞാലും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അതിപ്പോ പകരത്തെ ചൈനീസ് സാധനങ്ങൾ ഇറക്കും, പക്ഷെ ഡിമാൻഡ് കാണില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെ കാര്യം നോക്കുക, കയറുന്നു. നമ്മളെ വെക്കിട്ട് കയറാൻ വരുന്നവർ ഇവിടെയാണെങ്കിലും നമ്മൾ ആരെയും ഒരുത്തനും നമ്മളെ തലയിൽ കയറ്റാൻ സമ്മതിക്കൂല. അത് നമ്മൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കും ഇവിടെ. ആർക്കും വേണ്ടി നമ്മൾ മാറത്തില്ല. നമ്മളെ രീതി എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം അത് അകത്ത് വരുമ്പോ പറയാം. ഓക്കെ? അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മുമ്പായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും വല്ലതും പറയാനുണ്ടോ? പറഞ്ഞു. ഓക്കെ, അപ്പൊ പറച്ചില് വേണ്ട, അതാണ് ചെയ്ത് മതി. അതാണ് അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ബാക്കി ഇങ്ങോട്ടും ഇനി അങ്ങനെ തന്നെ, അത്രേ ഉള്ളൂ. അപ്പം എല്ലാരും അങ്ങോട്ട് ഇടത് കാര്യം വെച്ച് കയറും. വലത് കാലൊക്കെ നമുക്ക് ഔട്ട് ഓഫ് ഫാഷൻ എടുക്കും. ഇടതുകാര് കുത്താനാണ് പറഞ്ഞത്, ഇടതുകാര് കിളത്തി കയറാനല്ലേ പറഞ്ഞത്. ഇതപ്പം വേറെ പലതും കുത്തിയാണ് കയറിയത്. ഇതിപ്പോ എല്ലാം മൂന്നാം കാലം കുത്തി കളിക്കുന്നു. ഓക്സി എണിച്ചോ കണ്ടു. ഓക്സി വന്നോടനെ ഐശ്വര്യ ഇതൊക്കെ മേടിച്ചു കാലിലൊക്കെ വീണിട്ട് അണ്ണ അനുഗ്രഹിക്കണേ. അപ്പൊ നമ്മുടെ ഇനി പറയാനുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഗ്യാങ് ഇവിടെ ആക്റ്റീവ് ആയ സ്ഥിതിക്ക് ഗ്യാങ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. നമ്മളെ കൂട്ടത്തിൽ കുറെ പേരും സിറ്റിയിൽ കയറാറില്ല. ഇത് ഇത്ര ദിവസം സിറ്റി ഇല്ലാത്തൊരു പേരിലായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ സിറ്റി ആക്റ്റീവ് ആയിട്ടുണ്ട്, ഗ്യാങ് അസറ്റ്സ് കിട്ടിയിട്ടുണ്ട്, ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാനുള്ള പെർമിഷനും കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ രണ്ട് രീതിയിൽ, സിറ്റിയുടെ അകത്തു നിന്നുള്ള പെർമിഷനുണ്ട്, വെളിയിൽ നമ്മളെ സൈഡിൽ നിന്നുള്ള പെർമിഷനുണ്ട്. അപ്പം നിങ്ങളേതായ രീതിയിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഇനി ചെയ്തു തുടങ്ങാം. അതിപ്പോൾ ഇൻക്ലൂഡിങ് ന്യായമുള്ള വള്ളികൾ ഉൾപ്പെടെ എല്ലാം ചെയ്തു തുടങ്ങാം. ഓക്കെ? വാറാണ് ഇനി സിറ്റിയിലെ ആദ്യത്തെ വാറ് നമുക്ക് അടിക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ അടിക്കാൻ റെഡിയാണ്. ഓക്കെ? അപ്പൊ അതിനുള്ള പെർമിഷൻ നമുക്കുണ്ട്. ന്യായം, ബേസിക് ന്യായം വേണം. മറ്റേ വെറും ചെറും ചെറ്റ വണ്ടി വന്ന സമയത്താണ് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, കുറച്ച് അന്യായമായിട്ടുള്ള സിറ്റുവേഷൻ.
അത് നമ്മളെ ലിസ്റ്റിൽ നമ്മളെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ മറക്കൂല, നമ്മൾ മറക്കത്തില്ലല്ലോ. നമുക്ക് കൊടുത്ത ശീലമുള്ള അപ്പൊ അതൊന്നും ഇങ്ങോട്ട് ഇങ്ങനെ ഞോണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലായി, അത് തിരിച്ച് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ടല്ലേ. അതാണ് ഈ ഗണ്ണില്ലാത്തപ്പോഴുള്ള ധൈര്യമൊക്കെ ഗണ്ണുള്ളപ്പോഴവന്മാർക്ക് കണ്ടാൽ മതി. അതെ, അതൊക്കെ മറ്റേ എല്ലാവർക്കും പറ്റുന്ന ചീപ്പ് പരിപാടികളെ, അത് മൈൻഡ് ചെയ്യണ്ട. അത് നമ്മൾ അത് ലിസ്റ്റിൽ കൂട്ടണ്ട, പക്ഷെ നമ്മളത് കൊടുക്കും, അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ അതെ ഇപ്പം ഇനി രണ്ടാമത്തെ കാര്യം, സിറ്റിയിലെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മളൊക്കെ ഇപ്പൊ ദരിദ്രവാസികളിലും താഴത്തുള്ള ദരിദ്രവാസികളാണ്. കഴിഞ്ഞ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാങ് വണ്ടി മേടിക്കാനും മറ്റേ ഗ്യാങ്ങിന്റെ ട്രക്ക് മേടിക്കാനും പൈസ ഇല്ലാത്ത രായ ഹിറ്റ്മാന്റെ മറ്റേ തൊട മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് 12 കോടി മേടിച്ചത്. ഞാൻ സർബത്തിന്റെ ഷൂ മറ്റേ പോളിഷും ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് എനിക്ക് 20 കോടി വന്നത്. അത് രണ്ടും കൂടി കൊടുത്താണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞെളിഞ്ഞിരുന്ന് നമ്മുടെ ഗ്യാങ് വണ്ടിയും മറ്റേ സാധനം വിൽക്കുന്ന ട്രക്ക് മേടിച്ചത്. സത്യം പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് നമ്മള് വേറെ ഒരു വഴിയില്ല, നിവൃത്തികേട് കൊണ്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ആരും ഇവിടെ ഒന്നും തരത്തില്ല. മറ്റേ സിറ്റിയിലൊക്കെ പോലെ ആരെങ്കിലും വല്ല തരുമെന്ന് വിചാരിച്ചൊന്നും തന്നില്ല. എനിക്ക് ആകെ ഒരു പയ്യൻ മാത്രം കുറച്ച് ജോയിന്റ് കൊണ്ട് തന്നു. അതെല്ലാം ആകെയുള്ള സമ്പാദ്യതയാണ്, ഇനി വേറെ ഒന്നും ഇതിന്റെ ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങണം. അപ്പം ഗ്രൈൻഡിങ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തുടങ്ങി. ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? ഇന്നത്തെ ഡേറ്റ് ഫെബ്രുവരി 10 കൂട്ടി, 9 കൂട്ടണ്ട, 10 തൊട്ട് രായ എത്ര 3 ആഴ്ച ടൈം കൊടുത്താൽ പോരെ രായ. അപ്പൊ അടുത്ത മാസം അടുത്ത മാസം 3, 4 നമുക്ക് അടുത്ത ദിവസം 5 തീയതി വരെ ഉണ്ട്. 25 ദിവസം ടൈമുണ്ട്. അടുത്ത മാസം 5 തീയതി നിങ്ങളെല്ലാവരും 50 കോടി വെച്ച് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരിക. ഇവിടുത്തെ 50 കോടി എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്, വലിയ പാടുള്ളതല്ല. മനസ്സിലായി? ഇവിടുത്തെ 50 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ 1 കോടി 2 കോടി ഗ്രൈൻഡ് പറ്റുമെന്ന് പറഞ്ഞത്. എന്തായാലും 1 കോടി 1 മണിക്കൂർ ഗ്രൈൻഡ് പറ്റും. അപ്പം 50 കോടി നിങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരിക. അതേപോലെ മറ്റേ ഇതിന്റെ പേര് എത്ര ഇവിടത്തെ ഇതൊക്കെ ജോയിന്റും. അപ്പൊ അത് രണ്ടും അവരുടെ ആവശ്യത്തിനായിട്ട് മിനിമം ഒരു 100 എണ്ണം വെച്ച് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വരിക. 100 വെച്ച് അത്രേ പറയും. കാരണം അത് വേണ്ടി വരും, മനസ്സിലായി? കാരണം ആരെങ്കിലും സാധനം ഇല്ല, ഇപ്പൊ തരാൻ പോലും നിങ്ങൾക്ക് ഇപ്പൊ വേണമെന്ന് വെച്ചാൽ ഗ്യാങ് ഹൗസിൽ പോലും ഇരിപ്പില്ല. കഴിഞ്ഞ പക്ഷേ അവിടെ ഗ്രൈൻഡ് ചെയ്തത് 30,000 അവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പൊ സ്വർഗ്ഗരായി സിറ്റുവേഷൻ 100 എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ടാർഗറ്റ് തരും. അതിന്റെ കുറച്ച് എമൗണ്ടിൽ ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിന്റെ പാട് മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് സ്റ്റോക്ക് വെച്ചിട്ട് പിന്നെ കുറെ നാളത്തേക്ക് യൂസ് ചെയ്യാം. എന്തുവേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ? 50 ലക്ഷം 50 ലക്ഷം ബ്ലാക്ക് ആണ്. ഓക്കെ നമുക്ക് ബ്ലാക്ക് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലേലം വിളി എന്ന് പറയുന്നത് ഫുള്ള് ബ്ലാക്ക് ആണ് വരുന്നത്. അപ്പൊ ബ്ലാക്ക് മതി. ഓക്കെ, വൈറ്റ് വേണ്ട. വൈറ്റ് നിങ്ങൾ അതാ ഞാൻ പറഞ്ഞ ഞാൻ 25-ാം തീയതി അകത്ത് 50 ലക്ഷം 50 കോടിയാണ്. ബ്ലാക്ക് പറ്റും. ബ്ലാക്കിന് ഒരു മണിക്കൂർ ഒരാഴ്ച വിത്തിന് ഒരാഴ്ചക്ക് അത് നിങ്ങൾക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാനത് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അത് നിങ്ങൾ അല്ലാണ്ട് ചോദിച്ചാൽ മതി, അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതേപോലെ ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ റോബറി ചെയ്തതിന്റെ കൂട്ടത്തിൽ ഇപ്പം അല്ല എന്താണെങ്കിലും ഇത് ചെയ്ത് ഈ ഗ്രൈൻഡിങ്ങിന്റെ കൂട്ടത്തിൽ നിങ്ങളെ ഗണ്ണ് ഉണ്ടല്ലോ, നമ്മുടെ ഗണ്ണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗണ്ണിന് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു 30-40 റീലോഡ് മാക്സിമം ചെയ്യാനേ ഉള്ള ഇതേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഗണ്ണിന്റെ ഡ്യൂറബിലിറ്റി ചെയ്യും. അത് കഴിയുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു മിനിമം നിങ്ങളെ കയ്യിൽ ഒരു 3-4 ഗണ്ണ് എപ്പോഴും ബാക്കപ്പ് ആയിട്ട് വെച്ചേക്കണം. അപ്പൊ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അതിന്റെ സാധനങ്ങൾ കിട്ടണമെങ്കിൽ ഇവിടെ ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ വേണ്ട ഐറ്റംസ് ഓൾറെഡി ഒന്ന് കാണിച്ചു തന്നായിരുന്നല്ലോ നിങ്ങൾക്ക്. സ്റ്റീൽ റോഡ് അങ്ങനത്തെ 5 ഐറ്റം. അത് എന്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏതൊക്കെ റോബറിയാണ്? റോബറിന്റെ പേര് എയർക്രാഫ്റ്റ് ആണോ? അതും പിന്നെ ഒരു 2 റോബറി ഇല്ലേ? വേറെ റോബറി ഉണ്ടല്ലോ, എയർക്രാഫ്റ്റും പിന്നെ വേറൊരു റോബറി ഉണ്ട്. അതിനകത്താണ് മറ്റേ ബ്ലൂ ഇത് കിട്ടുന്നത്. അതായത് കാർബന്റെ ബ്ലൂ പ്രിന്റ് കിട്ടുന്നത് വേറൊരു റോബറിയിലാണ്. അത് ഞാൻ പേര് നോക്കിയിട്ട് തന്നെ പറഞ്ഞത്. അപ്പൊ ആ റോബറി നിങ്ങൾ അതായത് ഒരു റോബറിക്ക് 6 ഗൺ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ആണ് കിട്ടുന്നത്. അപ്പൊ അത് നിങ്ങൾ ഇടയ്ക്ക് ചെയ്തിരുന്നാൽ മനസ്സിലായോ? ഒരു ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരു 4 പേര് ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് ഒരു ഡെയിലി ഒരു റോബറി അടിക്കാം. മനസ്സിലായി? ഫ്രീ ആയിട്ട് നിങ്ങൾ എല്ലാവരും എപ്പോഴും കാര്യമൊക്കെ കാണല്ലോ, ഒന്ന് പോയി നിങ്ങൾ പോയി പയ്യ റോബറി അടിക്കുക. അത് കൂടി ഒന്ന് ബാലൻസ് ചെയ്തോണ്ട് പോവുക. ഓക്കെ, അതിന്റെ ടൂൾസ് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ എന്റെ കയ്യിൽ ഈ കഴിവേർ ഇവിടെ ഈ ഡിസ്കോഡ് ഇരിക്കാതെ വെളി അവിടെ സിറ്റി ഇരിക്കുകയാണ്. ഈ മൈൽസ് ഒന്നും കേൾക്കുന്നില്ല. കണ്ണ് മുകളിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന കഴിവേർ അഭിനയിക്കുന്ന ഇവനെല്ലാം ഡി സിയിലെ മറ്റേ കിടിലം പ്ലെയർ എന്ന് പറഞ്ഞവർ കൊണ്ടുവരണം ആദ്യം. മറ്റേ അല്ലല്ല, നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ഡി സി ഇല്ലായിരുന്നു. ആ ഡി സി അന്നത്തെ കിടിലം പ്ലെയർ ആയിരുന്നു, കോച്ചിന്റെ ശിഷ്യയിലായിരുന്നു. എടാ ഇപ്പൊ ഇതാണ് രണ്ടാമത്തെ കേസ്. ഓക്കെ, അപ്പൊ ഈ 50 CR പിന്നെ അതുപോലെ ഈ 50 CR ബ്ലാക്കും ഈ സാധനം ഈ ക്രാഫ്റ്റ് ചെയ്യാത്ത മെറ്റീരിയൽസും കൂടി റോബർ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരുമിച്ച് പോയി ക്രാഫ്റ്റ് ചെയ്യാം. അത് സീനില്ല. ഇത് രണ്ടും 5-ാം തീയതി. ഓക്കെ, മാർച്ച് 5. ഒരെണ്ണത്തിന് ഒരു ബ്ലൂ പ്രിന്റിന് ഒരു ഗണ്ണെന്നാണ്. അപ്പൊ നമ്മൾ ഈ സാധനങ്ങൾ എടുത്തോണ്ട് വന്നിട്ട് ബ്ലൂ പ്രിന്റ് ഇല്ലെങ്കിൽ പണിയാൻ പറ്റും. ഒരു ചെയ്യണമ്പോ ഒരെണ്ണേ കിട്ടത്തുള്ളൂ. അല്ല, ആ റോബറിക്ക് എത്ര കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് നോക്കിയാൽ അറിയാം. ഇനിതാ ഇപ്പം നിങ്ങളൊക്കെ ഗ്രൂപ്പൊക്കെ കാണുന്നവരായിരിക്കും.
കാണുന്നുണ്ടായിരിക്കും ഇപ്പോഴും നടക്കുന്നതല്ല. അതുകൊണ്ട് എല്ലായിടത്തും പറയാണ് ആ കഴിവതും ആക്റ്റീവ് ആയിരിക്കുക. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഡയറക്റ്റ് വെളിയിൽ കളയാനാണ് ചാൻസ്. ബെഞ്ചിൽ പോലും ഇടാൻ ചാൻസ് വളരെ അധികം കുറവാണ്. അതുകൊണ്ട് സ്പോട്ട് കിക്കാണ്. പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ പോയി ഫ്രീ ആകുമ്പോഴായിരിക്കും പിന്നെ ഒരു സ്ലോട്ട് തിരിച്ച് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും അതെ ഹോജി എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആരും തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ല അത് തീരുമാനമാവും, ഉടനെ തീരുമാനമാവും കെവിന്റെ കാര്യം. അത് ഫിൽട്ടർ ഇവിടെ ഫിൽട്ടർ വേണ്ടെന്നാണ് ഇപ്പൊ പുതിയൊരു റിപ്പോർട്ട് കിട്ടിയത്. ഗ്യാങ്ങിനെ ഇനി ഫിൽട്ടർ അയച്ച റോള് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അല്ല നീ ഫിൽട്ടർ എന്നുള്ള ഒരു പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലല്ലേടാ. സിറ്റുവേഷനിൽ നമ്മള് പറയാം ഫിൽട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ഇവിടത്തെ മറ്റേ മീറ്റിംഗിൽ പോലും ഫിൽട്ടർ അയച്ചില്ലെന്ന് സ്വന്തത്തിൽ പറഞ്ഞവരല്ലേ അവൻ. സ്റ്റോറി അതിന്റെ പേരിൽ മറ്റേ കണ്ടവരെ കൊണ്ട് ഗോജോ മൈരനെ കൊണ്ട് വീഡിയോ ഇപ്പിക്കുന്നു. അതൊക്കെയാണ് അവന്റെ ജോലി. അവന്റെ കുറച്ച് വീഡിയോ ഉണ്ട്. ഉറക്കം വിട്ടില്ലെന്ന് പറഞ്ഞു. സത്യം അവൻ ഉറങ്ങിയില്ല. അവന് ഇരുന്ന് ഇരിപ്പ് ഇടിപ്പിച്ച് അപ്പൊ തന്നെ ഇടിപ്പിച്ചു. രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്നെ ടാഗ് ചെയ്തിരിക്കുന്നത്. എന്തിനു പറയാൻ ഇതൊക്കെയാണ് അവസ്ഥകൾ. അപ്പൊ അതുകൂടി ഓർക്കാരും അത് ഓർത്തിട്ട് എല്ലാവരും സ്റ്റീൽ ആക്ടിവേറ്റ് ഇരിക്കുക. പിന്നെ എല്ലാവരും ഗൺ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് കുറെ നാളായതുകൊണ്ട് ഒന്ന് KKPP എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇഷ്ടമുള്ള സെർവറിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി ഒന്ന് അതും കൂടി ഒന്ന് ഇതാക്കി വെക്കുക. സിറ്റുവേഷനിൽ മാക്സിമം കളിക്കുന്നവർ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ ദൈവമേ ഇത്രയും പറഞ്ഞു തീർക്കാനുള്ള സമയം നന്ദി. 5 മിനിറ്റ് പറഞ്ഞു. 5 മിനിറ്റ് ഇനി 5 മിനിറ്റ് നമ്മളെ റീസ്റ്റാർട്ട് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് കാണിച്ചു തരാം. ഗ്യാങ് ഹൗസിന്റെ അകത്ത് എങ്ങനെ നിങ്ങൾക്ക് അതായത് പണി എടുക്കാതെ പക്ഷെ കേറിയാലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതായത് സിറ്റിയിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കണം. അത് ബ്രിക്സിന്റെ മാത്രം എത്ര പേർക്ക് ഓണം ചെയ്യാം. സ്റ്റീലിംഗിന്റെ മാറ്റമാണ്. സ്റ്റീലിംഗിന്റെ ആണ് കുറച്ച് ഡിമാൻഡ് ഉള്ളത്. ബാക്കി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ കോളേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രബോസ് എത്തിയിട്ടുണ്ട്. വളരെ വൈകിയാണെങ്കിലും 5 മിനിറ്റ് എടാ ഡിസ്കോഡ് ഇവിടെ സിറ്റി അതെ ആ റോള് ഞാൻ വന്നിട്ട് എല്ലാവർക്കും തരാം. കാരണം എനിക്കാണ് അതിന്റെ പെർമിഷൻസ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാവർക്കും റോൾ ഇട്ട് തരാം. ജോക്കി ആയിട്ടില്ല. ജോക്കി വെൽക്കം ടു ശ്രീ ജോക്കി. എടാ അപ്പം ചന്ദ്ര വന്നിട്ടല്ലേ എന്ന് പറയുമ്പോൾ അപ്പം ഇതാണ് കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ലാസ്റ്റത്തെ 3 മിനിറ്റ് നിങ്ങളുടെ മെമ്പേഴ്സിന് വേണ്ടി വിട്ടു തന്നേക്കുന്നു. സർവർ സ്റ്റാർട്ടിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം വല്ല ഉണ്ടെങ്കിൽ. അടിച്ചു പോയിട്ട് വരുമ്പോ ഞാൻ തരാം. പിന്നെ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും വല്ല പറയണ്ടെങ്കിൽ പറഞ്ഞു. പണീനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. 50 കോടി ബ്ലാക്ക് വൈറ്റ് ഗ്രൈൻഡിങ് വേണം. വൈറ്റ് ഗ്രൈൻഡിങ്ങിന് പറ്റിയതെന്ന് പറഞ്ഞാൽ ട്രക്കാണ്. അത് കുറച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഞാൻ ട്രക്കിൽ ഞാൻ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞുതരാം. ബ്ലാക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് കൺവേർട്ട് ചെയ്ത് വൈറ്റ് ആക്കുക. എന്നിട്ട് ട്രക്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ബ്ലാക്ക് നമുക്ക് സിറ്റിസൺസിനൊന്നും ഗ്രൈൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരു മണിക്കൂറിൽ 1.5 കോടിയൊക്കെ ഉണ്ടാക്കാം. വൈറ്റ് അല്ലേ? നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് ഇപ്പൊ വൈറ്റ് ചെയ്ത് ബ്ലാക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്തോ. മനസ്സിലായോ? സമയമാകുമ്പോൾ ഒരു 50 CR കാണും. അത്രേ ഉള്ളൂ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എളുപ്പത്തിന് നിങ്ങൾ ചെയ്തോ. അത് സീനില്ല. നീ ഒരു പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണ്. അരമണിക്കൂറായിട്ട് ഇത്ര പേര് അനങ്ങാതിരുന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് സംശയം അടിച്ചിട്ട് ഒരു നോർമൽ ബുദ്ധിയുള്ള സംശയം അടിക്കുമ്പോൾ VC ഒന്നും നോക്കൂലേ? അരമണിക്കൂറായിട്ടാണോ മറ്റേ മെസ്സേജ് ഇടുന്നത്? കേൾക്കുന്നില്ല. പിന്നെ എങ്ങനെ ശ്രദ്ധിക്കും? സരക്കണ്ണ അണ്ണാ ഗ്രൈൻഡിങ്ങിന്റെ കേസിൽ എനിക്ക് അതായത് 20-ാം തീയതി തൊട്ട് എക്സാം. അപ്പൊ അതിന് മുന്നേ കുറെ സബ്മിഷൻ ചെയ്യാനുണ്ട് അസൈൻമെന്റ്. അപ്പൊ എനിക്ക് പറ്റണത് ഞാൻ തന്നാ മതിയോ? എനിക്ക് ഈ പ്രാവശ്യം അടുത്ത പ്രാവശ്യം ഞാൻ അതിന്റെ ഇരട്ടി തരാം. എക്സാം എന്നാണ്? എനിക്ക് 20-ാം തീയതി തുടങ്ങുക. എന്നിട്ട് എന്ത് തീരും? അത് ചെറിയൊരു എക്സാം ആണ്. അതിന്റെ ഒപ്പം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് 4 ദിവസം അടുപ്പിച്ച് എക്സാം ഉണ്ട്. അപ്പൊ ഒരു 5-ാം തീയതി വരെ ആയിരിക്കും നിനക്ക് എക്സാം. ഫെബ്രുവരി തീരുന്ന എക്സാം കാണും. ഓക്കെ അല്ലേ? അപ്പൊ നീ ഒരു മാർച്ച് 15 ആകുമ്പോഴത്തേക്ക് തന്നാ. ഓക്കെ കണ്ണാപ്പിക്കും ബോബോയ്ക്കും അത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇടത്തില്ല. പറഞ്ഞിട്ടുണ്ട്. എടാ ചന്ദ്ര 50 CR ആണ് കൊടുത്തത് കേട്ടാ. 3 ആഴ്ച ടൈം കൊടുത്തിട്ടുണ്ട്. 50 CR പിന്നെ 100 മറ്റേ ഹീലിങ്സ് രണ്ടും അതും കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഇപ്പം നമ്മൾ രണ്ടും കൂടി എല്ലാം കൂടി നടക്കൂല. മനസ്സിലായ? ഈ സിറ്റുവേഷനും അതും എല്ലാം കൂടി. അപ്പം അത് മതി. എന്നിട്ട് നമുക്ക് നോക്കാം എത്ര ടൈം എടുത്തു നോക്കിയിട്ട് അടുത്ത വട്ടം നമുക്കത് അനുസരിച്ച് ചെയ്യാം. ചന്ദ്ര എല്ലാം പറഞ്ഞു. ഞാൻ ബേസിക് ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആരെല്ലാം ഒന്ന് അനങ്ങിയാണ്. ജസ്റ്റ് ഒന്ന് അനങ്ങിയാണ് ഇവിടെ നോക്കട്ടെ. എല്ലാരും അയ്യോ എത്ര സ്കൂള് വിരിച്ചിട്ട് എല്ലാം കൂടി ഒറ്റ അടിക്കാനൊക്കെ ഓടുന്നു.
വലിയ പടില്ലെന്ന് തോന്നട്ടാ. പിടിച്ചു കേട്ടാ കൂട്ടത്തിലെ FJ നെ പിടിച്ച് ഞാൻ കേട്ട് വലിയ പോലെ അവിടെ ഹെഡ്സെറ്റ് വെക്കാൻ ഇരിക്കുകയല്ലേ കേട്ടാ കഥയൊക്കെ പറഞ്ഞു. ഈകളോ അതാ ചാറ്റില് ചോദിക്കാൻ പറഞ്ഞ ആർക്കെങ്കിലും ഉണ്ടി ആണോ? 3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയുണ്ട് 3 മിനിറ്റ്. ആർക്കും ഒക്കത്തിരിക്കണം റിക്വസ്റ്റ് തെറ്റ് ഫുഡി കേട്ടാ ഫുഡി ആർക്കും വേണ്ട. ഫുഡിയുടെ പ്രശ്നം തന്നെ. ഫുഡി ഇപ്പം ഇവിടെ നമുക്ക് ഇത്രയും പിന്നെ ഗുലാനി ഗാഡിയൻ എന്നുള്ള രീതി ഗുലാനി ഇത്ര പേർക്ക് രായ റോഡ് വിടുന്ന അറിവിട്ടിരുന്നു. അത് വേറെ കുഴപ്പം ഞാൻ പറഞ്ഞില്ല. ഞാൻ വേറെ കാര്യം കൂടി പറയാം. ഈ എന്തൊരു ആയിക്കോട്ടെ ഈ വേണ്ടാത്ത പരിപാടിക്ക് ചെയ്യാൻ പോയത് കണ്ടവന്മാരെ ഗ്യാങ് ഹൗസിനകത്ത് ഡ്രോൺ പറത്തുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അത്ര നല്ലതൊന്നും അല്ല കേട്ടാ. അല്ല ഇത് നമ്മളല്ലല്ലോ. കാണാൻ പറ്റുമോ? ഇതാരാണിത് പറത്തുന്നവരാണ് വെളിയിൽ നിന്ന് പറഞ്ഞു. വെളിയിൽ നിന്ന് പറത്തണല്ലേ മാറ്റി കൊടുക്കും. പിടിയാണ്. മോണ്ടറിലെ 1.5 മിനിറ്റ് സമയത്തുള്ളിൽ അവന്റെ സാമാനം ഒന്ന് കിട്ടി. സ്നൈപ്പ് ഇപ്പോഴും പുറത്തു. എടാ പിന്നെ വേറെ കാര്യം കൂടി പറയണ്ടോടാ. അതായത് സിറ്റിയുടെ ബേസിക് റൂൾസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നലെ രാവിലെ അടുത്ത് വരും അല്ലെങ്കിൽ എക്സ്ലാൻഡിസിൽ പോയി ചോദിക്കണം. നിങ്ങൾക്ക് പല കാര്യത്തിലും ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. അതുകൊണ്ട് അതുപോലെ ഇവിടെ കുറെ കാര്യങ്ങൾ മാറ്റമുണ്ട്. അവസാനം അതിങ്ങനെ എന്ന് പറഞ്ഞ കണ്ണാ ഇതാരാണ്? ബ്രോ ആണ് ഇപ്പൊ ഹെലികോപ്റ്റർ അല്ല മറ്റേ സാമാനം അകത്തോട്ട് കയറ്റിയത്. ഇടിയോട്ടി ഒരാൾ കത്തോടാ ഇടിയോട്ടി ഒരാൾ മരിച്ചു. ഇല്ലല്ലോ കുഴപ്പമില്ല. ഇടിവെട്ടി ഞാൻ വീണ്. നീയാണോ മറ്റേ ഇടിവെട്ടി ഞാൻ വീണ്. അണ്ണ ഇടി തലകുത്തി വീഴുന്നു. അണ്ണ ഇത് വാറിലൊക്കെ വീഴണല്ലേ തെറ്റേ. ഇടിവെട്ടി വീണ് ഞാൻ. വണ്ടി ഇടിവെട്ടി ഞാൻ ചത്ത്.